ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, VFA, വെബ്കോം എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2025 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇപ്പം മെയ് മാസത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയ് മാസം ഏതാണ്ടും തീരാറായി. അപ്പോൾ അതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാവരും പഠിച്ചു വരിക. ഓക്കെ, എന്നാലാണ് നമുക്ക് ഒപ്പം എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 2025 കറണ്ട് അഫയേഴ്സ് പ്രാധാന്യം അർഹിക്കുന്നവയാണ് അല്ലേ. 2026, 25 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 23 വരെയുള്ള ചോദിക്കുന്നുണ്ട് PSC. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 2025 അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? എന്താണ്? അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കർണാടക. അപ്പോൾ 2025 അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം കർണാടകയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായിട്ട് അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രണ്ടാമത്തെ രാജ്യം എന്താണ്? എന്ത് മിസൈലാണ്? ബ്രഹ്മോസ് മിസൈല് വാങ്ങുന്നതിനായിട്ട് അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രണ്ടാമത്തെ രാജ്യമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് അറിയണ്ടേ? ആദ്യത്തെ രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ രാജ്യം ഫിലിപ്പൈൻസും രണ്ടാമത്തെ രാജ്യമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. പ്രവാസികൾക്ക് ചികിത്സ മുതൽ കലാപഠനം വരെ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷന്റെ പേരാണ് ലോക കേരളം ഓൺലൈൻ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പ്രവാസികൾക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രവാസികൾക്ക് ചികിത്സ മുതൽ കലാപഠനം വരെ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ലോക കേരളം ഓൺലൈൻ. ഏതാണ്? ലോക കേരളം ഓൺലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, എറണാകുളത്തെ ആദ്യത്തെ ഹരിത വിനോദ സഞ്ചാര കേന്ദ്രം ഏതാണ്? പാണിയേലി പോര്. ഏതാണ്? എറണാകുളത്തെ ആദ്യത്തെ ഹരിത വിനോദ സഞ്ചാര കേന്ദ്രത്തിന്റെ പേരെന്താണ്? പാണിയേലി പോരാണ്. പാണിയേലി പോര്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ ദുധ്വ ഫെസ്റ്റിവലിന്റെ വേദി. പ്രഥമ എന്ത് ഫെസ്റ്റിവലാണ്? ദുധ്വ ഫെസ്റ്റിവൽ. ദുധ്വ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഉത്തർപ്രദേശ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രഥമ ദുധ്വ ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. പ്രഥമ ദുധ്വ ഫെസ്റ്റിവലിന്റെ വേദി ഉത്തർപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ ഇനം പവിഴ ജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ല ഏതാണ്? പുതിയ ഇനം പവിഴ ജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ലയാണ് തിരുവനന്തപുരം. ഏതാണ് ആ ജില്ല? തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിലവിൽ വന്ന പുതിയ ജില്ല. ഗുജറാത്ത് സംസ്ഥാനത്തിൽ ഒരു പുതിയ ജില്ല നിലവിൽ വന്നിട്ടുണ്ട്. അതാണ് വാവ് തരാട്. ഏതാണ്? ആ ജില്ലയുടെ പേരാണ് വാവ് തരാട്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിലവിൽ വന്ന പുതിയ ജില്ലയുടെ പേരാണ് വാവ് തരാട്. ഓക്കെ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ മ്യൂസിയം ആണ്. പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാ? ഗോവ. അടുത്തത്, ഇന്ത്യയിൽ രാജ്യവ്യാപകമായിട്ട് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ ഇല്ലേ? അത് എന്നാണ് നടന്നത്? ഇന്ത്യയിൽ രാജ്യവ്യാപകമായിട്ട് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടന്നു. അത് എന്നാണെന്ന് ചോദിച്ചാൽ 2025 മെയ് 7-നായിരുന്നു. ഓക്കെ, 2025 മെയ് 7-നായിരുന്നു ഇന്ത്യയിൽ രാജ്യവ്യാപകമായിട്ട് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ല് നടന്നത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാ? കൊച്ചിയിലാണെന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പുതിയ പേര്. കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പുതിയ പേരാണ് മേരാ യുവ ഭാരത്. എന്താണ്? കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പുതിയ പേരാണ് മേരാ യുവ ഭാരത്. ഓക്കെ, അടുത്തത് ഒരു വിയോഗമാണ്. 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സരോജ് ഘോഷാണ്. ഏതാണ്? സരോജ് ഘോഷാണെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ്യിൽ ഏത് രാജ്യത്ത് നിന്നാണ് ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്? 2025 മെയ്യില് ഏത് രാജ്യത്ത് നിന്നാണ് ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്? ബോട്സ്വാനയിൽ നിന്നാണ് കേട്ടോ. എവിടെ നിന്നാണ്? ബോട്സ്വാന. ഏത് രാജ്യത്ത് നിന്നാണ്
ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ബോട്സ്വാനയിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം സ്ഥാപിച്ചത് എവിടെയാണ്? ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം സ്ഥാപിച്ചത് എവിടെയാ? ന്യൂയോർക്കിലാണ്. എവിടെയാണ്? ന്യൂയോർക്ക്. അടുത്ത നോക്കിക്കേ, സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവ് ഫുലെയുടെയും പങ്കാളിയായിട്ടുള്ള സാവിത്രിഭായ് ഫുലെയുടെയും ജീവിതം പ്രമേയമാക്കി ഒരു ഹിന്ദി ചിത്രം വരാൻ പോകുന്നുണ്ട്. ആ ചിത്രത്തിന്റെ പേരാണ് ഇത്, ഫുലെ. ആ പേര് തന്നെ ഉണ്ടല്ലോ അല്ലെ? ആരുടെയൊക്കെയാണ്? ജ്യോതിറാവ് ഫുലെ, പിന്നെ ആരാ? സാവിത്രിഭായ് ഫുലെ ട്ടോ. ഓക്കെ, ഓർത്തേക്കണം. അവിടെ ജീവിതം പ്രമേയമാക്കി ഒരുങ്ങുന്ന സിനിമയാണ്, ഹിന്ദി ചിത്രമാണെന്ന് കൂടെ ഓർത്തേക്കുക. ഇത് ഹിന്ദി ചിത്രമാണ്, ഹിന്ദി. ഏതാ? ഫുലെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ വിമാനത്താവളം ചോദിച്ചാൽ ഏതാണ്? ലോകത്തിലെ ദുബായ് വിമാനത്താവളമാണ്, ദുബായ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജക്കാർത്തയിൽ നിന്ന് ഏത് നഗരത്തിലേക്കാണ് ഇന്തോനേഷ്യ തലസ്ഥാനം മാറ്റുന്നത്? ജക്കാർത്തയായിരുന്നു ഇന്തോനേഷ്യ തലസ്ഥാനം എന്നറിയാലോ. അവിടെ നിന്ന് വേറൊരു നഗരത്തിലേക്ക് തലസ്ഥാനം മാറ്റുവാണ് ഇന്തോനേഷ്യ. അത് എങ്ങോട്ടേക്കാ? നുസാന്തര. ഏതാണ്? നുസാന്തരയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പൊ നുസാന്തര എന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്തത്, രണ്ടാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ വേദി. രണ്ടാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. അപ്പൊ രണ്ടാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, കിട്ടിയോ? അപ്പൊ ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. അപ്പൊ 2025 അന്താരാഷ്ട്ര മില്ലറ്റ് ഫെസ്റ്റിവലിന്റെ ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ്. ദെൻ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായിട്ട് അടുത്തിടെ ഇന്ത്യയുമായി ഒപ്പിട്ട രണ്ടാമത്തെ രാജ്യം ചോദിച്ചാൽ വിയറ്റ്നാമും, ആദ്യത്തെ രാജ്യം ചോദിച്ചാൽ ഫിലിപ്പൈൻസുമാണ്. ദെൻ പ്രവാസികൾക്ക് ചികിത്സ മുതൽ കലാപഠനം വരെ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ലോക കേരളം ഓൺലൈൻ. ദെൻ എറണാകുളത്തെ ആദ്യത്തെ ഹരിത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? പാണിയേലിപ്പോരാണ് കേട്ടോ, പാണിയേലിപ്പോര്. പ്രഥമ ദുധ്വ ഫെസ്റ്റിവലിന്റെ വേദി ഏതാ? ഉത്തർപ്രദേശാണ്. പ്രഥമ ദുധ്വ ഫെസ്റ്റിവല് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. പുതിയ ഇനം പവിഴജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ല ഏതാ? തിരുവനന്തപുരമാണ്. ദെൻ ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിലവിൽ വന്ന പുതിയ ജില്ലയാണ് വാവ് തരാട് എന്ന് പറയുന്നത്. ഏതാണ്? വാവ് തരാട്. ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം വരുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ മ്യൂസിയം വരുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യയില് രാജ്യവ്യാപകമായിട്ട് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ല് നടന്നത് എന്നായിരുന്നു? 2025 മെയ് 7 കേട്ടോ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലാണെന്ന് ഓർക്കുക. കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പുതിയ പേരാണ് മേരാ യുവ ഭാരത് എന്ന് പറയുന്നത്. ദെൻ 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സരോജ് ഘോഷ്. 2025 മെയ് ഏത് രാജ്യത്തു നിന്നാണ് ചീറ്റകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ബോട്സ്വാനയിൽ നിന്നാണ്. ഓക്കെ, ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം സ്ഥാപിക്കുന്നത് എവിടെയാ? ന്യൂയോർക്കിലാണ്. ദെൻ സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവ് ഫുലെയുടെയും അദ്ദേഹത്തിന്റെ പങ്കാളിയായിട്ടുള്ള സാവിത്രിഭായ് ഫുലെയുടെയും ജീവിതം പ്രമേയമാക്കി ഒരുങ്ങുന്ന ഹിന്ദി ചിത്രം ഏതാണ്? ഫുലെയാണ്. ദെൻ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഏതാണ്? ദുബായ് ആണെന്ന് ഓർക്കുക. ദെൻ ജക്കാർത്തയിൽ നിന്ന് ഏത് നഗരത്തിലേക്കാണ് ഇന്തോനേഷ്യ തലസ്ഥാനം മാറ്റുന്നതെന്ന് ചോദിച്ചാല് അത് നുസാന്തരയാണ്, നുസാന്തര. ഓക്കെ, രണ്ടാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, രണ്ടാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? അത് ന്യൂഡൽഹിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. അടുത്ത മാസമാണ് പരീക്ഷ. അത് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് സ്മാർട്ടായിട്ട് പഠിക്കുക. ആരും ഉഴപ്പാതിരിക്കുക. കിട്ടുന്ന സമയങ്ങളിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.